വിവാദം ചർച്ച ചെയ്യാൻ സിപിഐയുടെ എക്സിക്യൂട്ടീവ് ചേരാൻ പോവുകയാണ്. 24-നായിരിക്കും എക്സിക്യൂട്ടീവ് ചേരുക. വിവാദ ശബ്ദരേഖ പുറത്തെത്തിയതിൽ പാർട്ടി അന്വേഷണം ഉണ്ടാകാനാണ് സാധ്യത. വിവാദത്തിൽ എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗം കമല സദാനന്ദൻ എന്നിവർ നൽകിയ വിശദീകരണവും യോഗം ചർച്ച ചെയ്യും. അതിനിടെ സിപിഐ എറണാകുളം മണ്ഡല സമ്മേളനം കറുകപ്പള്ളിയിൽ ആരംഭിച്ചിട്ടുണ്ട്. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ശബ്ദരേഖാ വിവാദത്തിൽപ്പെട്ട എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗം കമല സദാനന്ദൻ എന്നിവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ശബ്ദരേഖാ വിവാദത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നേതാക്കളുടെ ഖേദപ്രകടനം നടത്തിയെന്ന വാർത്തയെക്കുറിച്ച് അറിയില്ല എന്നും ബിനോയ് വിശ്വം പ്രതികരിക്കുകയും ചെയ്തു. വിവരങ്ങളുമായിട്ട് റിയ, ഫോൺ വിവാദം CPI ഒന്ന് ഉലച്ചതാണ്. ഉലച്ചിൽ പുറമേക്ക് പ്രകടിപ്പിക്കാൻ നേതാക്കൾ തയ്യാറായില്ല എങ്കിൽ പോലും ഇപ്പോൾ അതേ നേതാക്കൾ ഒരുമിച്ചൊരു വേദിയിൽ. എന്താണ് വിവരം? ദിവേഷ്, ഈ ഓഡിയോ വിവാദം പുറത്തു വന്നതിന് പിന്നാലെ ഇതാദ്യമായാണ് ബിനോയ് വിശ്വം, അതോടൊപ്പം തന്നെ കമല സദാനന്ദൻ, KM ദിനകരൻ 3 പേർ ഒരു വേദിയിൽ എത്തുന്നത് എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കമല സദാനന്ദൻ പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞ് അധ്യക്ഷ പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിയാണ് വേദിയിലേക്ക് എത്തിയതുമെന്നത് ഈ വിവാദങ്ങളുമായി ചേർത്ത് വെക്കേണ്ടതാണ്. എന്തായാലും 3 പേരും ഒരുമിച്ചൊരു വേദിയിൽ ഇന്ന് എറണാകുളം മണ്ഡലം സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. വിവാദങ്ങളെക്കുറിച്ച് ബിനോയ് വിശ്വത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നേരത്തെ ആവർത്തിച്ച അതേ നിലപാടുകൾ ആവർത്തിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ തനിക്ക് അറിവില്ല, അറിയുന്ന നേതാക്കൾ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് പറയുമെന്ന് കരുതുന്നില്ല. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടവരാണ് നേതാക്കളും പ്രവർത്തകരും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ താൻ മറ്റൊന്നും ചിന്തിക്കുന്നില്ല എന്നതായിരുന്നു അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതെങ്കിലും തരത്തിൽ മാപ്പപേക്ഷയോ ഖേദപ്രകടനം നടത്തുന്ന ചോദ്യത്തിന് അതേക്കുറിച്ചും തനിക്ക് അറിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായ ഒരു വിവാദങ്ങളിലേക്ക് പോകാതെ അദ്ദേഹം ഈ വിവാദങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നേരത്തെ മുതലുള്ള പ്രതികരണങ്ങൾ. അത് അതേ രീതിയിൽ തന്നെ അദ്ദേഹം ഇത്തവണയും ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ വലിയ അതൃപ്തി